അൽ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അസ്റിന് ശേഷമുള്ള ഉറക്കത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, യുക്റഹു അൻ യനാമ ബഅദൽ അസ്ർ, അസ്റിന് ശേഷം ഉറങ്ങുന്നത് മക്റൂഹാണ്. യുഖാഫു അലാ അഖ്ലിഹി, എൻ്റെ ബുദ്ധിക്ക് അത് പ്രയാസം സൃഷ്ടിച്ചേക്കാൻ സാധ്യതയുണ്ട്. അല്ലാഹു അഅലം, അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന അനുഭവത്തിൽപ്പെട്ടതാണ്. അസ്റിന് ശേഷം ഉറങ്ങിയാൽ അത് മറ്റേതു സന്ദർഭത്തിൽ ഉറങ്ങുന്നതിനേക്കാളും പ്രയാസമുണ്ടാക്കും. അതെ, ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. അസ്റിന് ശേഷം ഉറങ്ങിയാൽ അത് ശരീരത്തിനും ചിന്തക്കുമെല്ലാം പ്രയാസം സൃഷ്ടിക്കും. അതുപോലെ തന്നെ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, കുല്ലമ ഖറുബ അന്നൗമു മിൻ അത്തറഫൈൻ ഖല്ല നഫ്ഉഹു വകസുറ ദററുഹു. ഒരാളുടെ ഉറക്കം പകലിൻ്റെ രണ്ടറ്റങ്ങളിലും സംഭവിക്കുന്നതിനനുസരിച്ച് ആ ഉറക്കത്തിലെ ഉപകാരം കുറയുകയും ഉപദ്രവം കൂടുകയും ചെയ്യും. പകലിൻ്റെ രണ്ടറ്റം ഏതാണ്? സുബ്ഹിന് ശേഷമുള്ള സമയവും അസ്റിന് ശേഷമുള്ള സമയം. ഈ രണ്ടു സമയങ്ങളിലും ഉറങ്ങുന്നത് ഉറക്കത്തിൻ്റെ